ദേ വാരികയിൽ ഫോട്ടോ അച്ചടിച്ചു വന്നുകൊണ്ട് ആളെ പിടികിട്ടി. കവിത ഇങ്ങനെ പാടാനുള്ളതല്ലാന്നറിയാം. എങ്കിലും എൻ്റെ തൊഴിൽ വെച്ച് ഞാൻ ഒരു രാഗത്തിലേക്ക് ഇട്ടു. കവിത മോശമാക്കിയില്ലല്ലോ. എന്റെ കവിതയ്ക്ക് ഇത്ര അർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീലാംബരി രാഗമെന്ന് പാടാമോ? അത് കേൾക്കാനാണ് എനിക്കേറെ ഇഷ്ടം. എന്തിനെന്നോ, എന്റെ മനസ്സിൽ കവിത പിറക്കാൻ. നീലാംബരി പെയ്തിറങ്ങിയ പുഴയിൽ ഒരു സൂര്യൻ ഒളിച്ചിരിപ്പുണ്ട്. പെയ്തൊഴിയാൻ വിങ്ങുന്ന മഴ. ഏത് രാഗമാണ് അതിനൊരു കൊടുങ്കാറ്റാവുക? കൂട്ടുകാരോടെ ഞാൻ നേരത്തെ പോന്നു. ഏയ്, ഇതില് പറഞ്ഞത് മറക്കണ്ടാട്ടോ. രാത്രി നിറയെ ജോലി ഉണ്ടായിരുന്നു. വന്നിരുന്ന വീട്ടിക്ക് മാമ മാമി എല്ലാം ഊരിൽ നിന്ന് വന്നിരുന്നു. എൻ്റെ രാഗാലാപനവും ഈ വരികളും ഒരു ബന്ധവും ഞാൻ കാണുന്നില്ലേ? അതെനിക്കൊരു പ്രചോദനം മാത്രമായിരുന്നു. രാത്രി മുഴുവൻ ശാസ്ത്രികളുടെ പാട്ടെൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. മനസ്സാകെ സംഘർഷത്തിലുമായി. എഴുതാനിരുന്നപ്പോൾ വന്നത് ഈ വരികളൊക്കെയാണ്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എഴുതി തീർത്തു. അപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി. നന്നായില്ലെന്നല്ല ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എപ്പോഴും ജീവിതം എന്താണെന്ന് പഠിക്കാൻ, അതിൻ്റെ ആഴവും ചുഴിയും പരപ്പും. അപ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയം കിട്ടിയേക്കും. എന്നെ സംബന്ധിച്ച് ഗൗരവമുള്ളതാണ് ഞാൻ എഴുതിയത്. ഒരു സ്വയം വെളിപ്പെടുത്തൽ. ഒരു പക്ഷേ ആരുടെയോ ഓട്ടോബയോഗ്രഫിയിലെ ആദ്യ അക്ഷരങ്ങൾ. ഇങ്ങൊന്നേ, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാണ് ഈ പ്രായം. കാണേണ്ടതുമാണ്. പക്ഷേ സ്വപ്നങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ആയുസ് കൂടെ അറിഞ്ഞിരിക്കണം. സ്കൂളിലെ സിസ്റ്റേഴ്സും ഫാദേഴ്സും ഇതൊക്കെ തന്നെയാ പറയുക. അക്കൂട്ടത്തിൽ ശാസ്ത്രികളും. ഏയ്, അത് വേണ്ട. എൻ്റെ പ്രായം എൻ്റെ ശത്രുവാണ് കുട്ടി. മുതിർന്ന പെൺകുട്ടികളെ പാട്ട് പഠിക്കാൻ അയക്കാൻ വീട്ടുകാർക്ക് മടിയുണ്ടാവും. ചില കുടുംബക്ഷേത്രങ്ങളിൽ ശാന്തിവേലിക്ക് ശ്രമിക്കേണ്ടായി. ചെറുപ്പമായൊരു ശാന്തിക്കാരൻ ഇങ്ങനെ അമ്പലത്തിൽ. അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വയസ്സനാക്കി തരണേന്നാ. ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഈ അഗ്രഹാരത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടാനായിരുന്നില്ല. ഞാൻ പലതവണ ചോദിക്കണമെന്ന് കരുതിയ ഒന്ന് അത്രയ്ക്ക് അടുപ്പവും ധൈര്യവും ഇല്ലാത്തതുകൊണ്ടാ ചോദിക്കാതിരുന്നത്. ഇത്രയും നന്നായി പാടുന്ന ഒരാൾക്ക് വേറെ എവിടെയെങ്കിലും പോയി ശ്രമിച്ചൂടെ? ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡീഷന് തള്ളപ്പെട്ടവനെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. തോൽക്കരുതല്ലോ എന്ന് കരുതി ശാസ്ത്രീയ സംഗീതത്തിലെ ഡിഗ്രിയുമായിട്ട് വീണ്ടും ഞാൻ റേഡിയോ സ്റ്റേഷന് പടിയേറി. വോക്കൽ ആർട്ടിസ്റ്റിന് ഇൻ്റർവ്യൂവിന്. മ്യൂസിക് കോളേജിലെ എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ജഡ്ജായിട്ട്. വേറെ 3 പണ്ഡിത കേസരികൾ. അവരാഗ്രഹിച്ച് ഞാൻ അവരുടെ ശൈലിയിൽ പാടണമെന്നാണ്. കേട്ടിട്ടുണ്ടോ അത്? ഞാൻ പാടിയത് എൻ്റെ പ്രൊഫസർക്ക് പോലും പിടിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, വേണ്ട നീയും ബാലമുരളീഷനാവ് പോറിയാ. അതിലെ പുച്ഛം എനിക്ക് മനസ്സിലായി. ഇന്റർവ്യൂവിൻ്റെ ഫലം. ആരും അറിയാതെ ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറി. വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സിനും പോയി കണ്ടു. ഒരാളൊരു രാഗം പാടിയിട്ട് ഏറ്റുപാടിക്കോളാൻ പറഞ്ഞു. ഞാനൊരു സംഗതി കൂട്ടിപ്പാടി. സൂയിപ്പിക്കല്ലേ? മറുപടി പെട്ടെന്നായിരുന്നു. പാട്ട് പഠിച്ചു പോയതിൻ്റെ അപകടം അന്നേരം ഞാൻ അറിഞ്ഞു. അപമാനങ്ങൾ പിന്നെ ഉണ്ടായി. മറ്റൊരാൾക്ക് വേണ്ടി ട്രാക്ക് പാടി ജീവിക്കാൻ മനസ്സ് വന്നില്ല. തിരിച്ചു വന്നു. പിന്നെ എനിക്കൊരു ഉപദേശിയുടെ സ്വരം വന്നെങ്കിലേ അത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേർക്ക് ഞാൻ അമ്മാവനാണ്, മച്ചാനാണ്.
ചേട്ടന് അച്ഛൻ്റെ സ്ഥാനത്തുമാണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശാസ്ത്രികളെന്ന് വിളിക്കാൻ കൂടി മനസ്സിലായിരുന്നില്ല. ഉം? പിന്നെ പറയാം. ഭദ്ര, വരുന്ന ഞാൻ അവിടെ കണ്ടു. ഓ, ഇതാണല്ലേ താവളം. ഗംഭീരം. ഇവിടെ എത്തിപ്പെടാൻ ആരോടൊക്കെ വഴി വെച്ചെന്നറിയോ? എന്തിനാ ഇവിടെ വന്ന്? കൂട്ടിക്കൊണ്ടുവരാത്തോണ്ട്. ഇത്ര രസമുള്ള സ്ഥലം ഒരാൾ മാത്രം അങ്ങനെ ആസ്വദിക്കുന്നത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഇവിടെ വിട്ട് പോകും തോന്നുന്നില്ല. ഒക്കെ ഒന്ന് കാണട്ടെ. കുറേ കുറേ പോയട്രി ഡിസ്കഷനിലുള്ള മൂഡിലല്ല ഞാൻ. പിന്നെ ഐ മീൻ എ ഡ്രീം വേൾഡ്, ഫുൾ ഓഫ് ഡ്രീംസ്. എന്താന്ന് പറയാമോ? ഐ ലവ് ദോസ് ഡ്രീംസ്. നീ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ വലയെറിയുന്നു. എൻ്റെ ചിന്തകൾ മായാവലയത്തിൽപ്പെട്ട മത്സ്യത്തെ പോലെ ആ വലയ്ക്കുള്ളിലേക്ക് ഓടിയണയുന്നു. എല്ലാ കവികൾക്കും കലാകാരന്മാർക്കും ഇഷ്ടവിഷയമാണ് മഴ, സൃഷ്ടിയുടെ നനവ്. ഓരോ മണ്ണിലും പെയ്തിറങ്ങുന്ന മഴയുടെ നിറം വേറെയാണ്, മണം വേറെയാണ്, ഒച്ച വേറെയാണ്, കുളിരും ചൂടും വേറെയാണ്. മനസ്സിലും മൃദംഗമോ? ആരുടെ മനസ്സിൽ നിന്ന് ചോദിക്കുന്നില്ല, പ്രയോഗം തന്നെ. പാട്ട് പാടി മഴ പെയ്ക്കാൻ പറ്റുമോ? ആരാ ഈ വിട്ടിത്തം പറഞ്ഞു? വലിയ ശാസ്ത്രികൾ. ഒരു കാര്യം തന്നെ മനസ്സിലെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്ന അത് നടക്കുന്നൊരു വിശ്വാസമില്ലേ, അതുപോലെ. ഈ ശാസ്ത്രികൾക്ക് മഴ പെയ്ക്കാമോ? തൻ്റെ മനസ്സിൽ മഴ പെയ്ക്കാം. പാടുമായിരുന്നോ? ഇല്ല. പാട്? ഞാൻ ആലോചിച്ചുകൂടിയില്ല. ഞാൻ നന്നായിട്ടൊന്ന് മയങ്ങി. പാടില്ല? ഇല്ല.
அம்மா கவலைப்படுறதுக்கு ஒண்ணுமே இல்லை. 3 நாளைக்கு மெடிசன் எழுதி கொடுக்குறேன், அது சாப்பிடுங்க. நத்திங் டு வரி. ஆமா, வைகுண்ட சாஸ்திரி எங்க? என் மகன் வந்திருக்கு, வெளியே நிக்கிறேன். வணக்கம் சார். ஏப்பா வெளியில நின்னுட்டு இருக்கேன். சரி, உங்க அம்மாவுக்கு மேஜர் ப்ராப்ளம் ஒண்ணுமே இல்ல, வெறும் மைனர் டான்சிலைட்டிஸ் தான். பிளட் டெஸ்ட் ரிப்போர்ட் வந்த அப்புறம் டிசைட் பண்ணலாம் என்ன பண்ணலான்னு. அம்மா பயப்படுறதுக்கு ஒண்ணுமே இல்ல, சின்ன ஆபரேஷன் தான். லேடிஸுக்கு இந்த ஏஜ்ல இந்த மாதிரி ப்ராப்ளம்ஸ் வரும். ஆமா, நீ என்ன பண்ற? அவ்வளோ முக்கியமான ஒன்றும். மியூசிக் எம்ஏ டாக்டர் பொண்ணுக்கு பாட்டு சொல்லி கொடுக்கறது இவன் தான். பெரிய சாஸ்திரிகள் தான் பத்ராவுக்கு பாட்டு கத்து கொடுக்குறேன்னு நான் நினைச்சிட்டு இருக்கேன். அப்பா எப்பவுமே வீட்டுல இருக்கிறது இல்ல. சோ மகள் எப்பவும் சொல்ற சாஸ்திரிகள் நான் தான். குட். ഏയ് എന്ത് പറ്റി ഇന്ന്? ആരാ നിന്റെ മോളെ പാട്ട് പഠിപ്പിക്കുന്നത്? നിന്റെ മോളോ? അതെന്ത് മുതലാ? മോളെ പാട്ട് പഠിപ്പിക്കുന്ന ആരാന്ന് പറഞ്ഞത്? ശാസ്ത്രികൾ. ഓ, എത്രയാ ശാസ്ത്രിയുടെ പ്രായം? പഴയ കളിക്കൂട്ടുകാരനല്ലേ, പ്രായം ഞാൻ പറഞ്ഞായിരുന്നോ? അയാൾക്ക് 30 അടുക്കും. വൈകുണ്ഠ ശാസ്ത്രിയുടെ നല്ല പേര് രാമാനുജ ശാസ്ത്രികൾ. കാണാൻ സുന്ദരൻ. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കുന്നു, പൂച്ചൂടുന്നു, ദാവണി ചുറ്റുന്നു, നോൺ വെജ് കട്ട്. മോൾക്ക് എന്തിന്റെ അസുഖമായിരുന്നെന്ന് അമ്മ അറിയണമായിരുന്നു. എനിക്ക് കുറച്ച് ബുദ്ധിക്കുറവുണ്ട്, അത് കൂടുതലുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതേവരെ മോൾ ഒന്നും ഒളിച്ചു വെക്കാറില്ല. നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം നീ വീട്ടിൽ പറഞ്ഞിരുന്നോ? ഓ, ഞാൻ വരുമ്പോ കൊണ്ടുവന്ന മോളൊന്നുമല്ല. മുള്ളിന്റെ മൂട്ടില് മുള്ളേ ഉണ്ടാവുമെന്ന് പറയാനാണെങ്കിലേ രണ്ടുപേരുടെയും കുറ്റം കൊണ്ട് തന്നെയാ. ഞാൻ അവളോട് തഞ്ചത്തിലൊന്ന് ചോദിക്കാം. അനുസരണക്കേടിന് ഇതല്ല തരേണ്ടത്. പിന്നെ നിർത്തിയത് ഒന്നേ ഉള്ളൂന്നൊന്നും ഞാൻ നോക്കില്ല. പറഞ്ഞത് അനുസരിക്കണം. എനിക്ക് പാട്ട് പഠിക്കണം. ഞാൻ സ്കൂളിൽ പോയി പാട്ട് പഠിക്കാനും പോകും. ഇല്ല, കച്ചേരി പാടി നടക്കാനല്ല നിന്നെ വളർത്തുന്നത്. ഇന്നുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം. ഭദ്ര വീട്ടിൽ പോ. ഇല്ല, നേരെ ഒരുപാടായി, നീ ചെല്ല്. ഞാൻ ചോദിച്ചതിന് എന്താ ഉത്തരം തരാത്തത്? ഭദ്രെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം. മതി, ഇത് കേട്ടാ മതി. അച്ഛനോട് പറയാനുള്ള ധൈര്യമായി. അച്ഛന് നമ്മളെ മനസ്സിലാവും. എന്നെക്കുറിച്ച് ഭദ്രയ്ക്ക് ഇനി മനസ്സിലായിട്ടില്ല തോന്നുന്നു. ചിറകറ്റുപോയ പക്ഷിയുടെ അവസ്ഥ അറിയോ? എത്ര മോഹിച്ചാലും അതിന് പറക്കാനാവില്ല. എന്താ, ഞാനത്തെ സ്നേഹിക്കുന്നുണ്ടോ? നേരെ പറയാവൂ. എന്നോട് ഈ ചോദ്യം ആരും ഇതേവരെ ചോദിച്ചിട്ടില്ല. മറുപടി ആർക്കും അറിയാൻ വേണ്ട. ഒരേ വീട്ടിൽ ഇത്രയും കാലം കഴിഞ്ഞവളെ മറ്റൊരാളുടെ കൈപിടിച്ചു കൊടുക്കാനാണ് എനിക്കിഷ്ടം. ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ എന്റെ കൂടെ വരാമെങ്കിൽ ഇന്ന് തന്നെ പറയാം. എന്തിനാ ഭദ്ര ഇങ്ങനെ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? എല്ലാറ്റിനും ഒരു ആലോചനമാണ്. എന്തോ മനസ്സ് പേടിക്കുന്നു. ഇന്നലെ വരെ അനുഭവിക്കാത്തൊരു ഭയം. അതിനിപ്പോ എന്താ ഉണ്ടായേ? ശാസ്ത്രികൾ എന്റെ അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഇന്നലെ എന്നോട് പാട്ട് പഠിക്കാൻ പോണ്ടാന്ന് പറഞ്ഞു. അതിലെന്തോ ഒരു പന്തിയേട്. മോഹിച്ചത് കൈവിട്ടു പോയാലോ? അച്ഛന്റെ അമ്മയുടെയും മുമ്പില് കളവ് ചെയ്തവളെ പോലെ നിൽക്കാൻ വയ്യ. ഒരു പെണ്ണ് സ്നേഹം ചോദിച്ചു വാങ്ങുന്നതിന്റെ നാണക്കേട് അറിയാഞ്ഞിട്ടല്ല. ഭദ്രേ, വർഷങ്ങളായിട്ട് ഞാൻ പാടുന്നുണ്ട്. അത് കേട്ട് തലയായിട്ട് താളം പിടിക്കുകയും ചെയ്യുന്ന സ്ഥിരമുഖങ്ങൾ കണ്ടു മടുത്തു. സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ച് ഭദ്രയുടെ ചോദ്യങ്ങളാണ്. അത് ഭദ്രയുടെ കവിതകൾക്ക് പ്രചോദനമായെങ്കിൽ അങ്ങനെ ഒരു അടുപ്പം ഇഷ്ടപ്പെടാത്തവരാരുണ്ട്? അതിനപ്പുറം ഒന്നും എനിക്ക് ആഗ്രഹിച്ചൂടാ. ഒരു തരം രോഗമാണിത്. സ്വയം സൃഷ്ടിക്കുന്ന ഷെല്ലിൽ ഒളിക്കാനുള്ളൊരു വാസന. തനിക്കിങ്ങനൊരു മോഹം ഉണ്ടാവാൻ ഞാൻ കൂട്ടുവെക്കാൻ പാടില്ലായിരുന്നു. പറയുന്ന ആൾക്ക് മോഹമില്ലേ? ഞാൻ വീട്ടിൽ പറയും. മാധവ, இந்த நேரத்துல ആരാ എന്റെ മോളെ പാട്ട് പഠിപ്പിച്ചത്? താൻ കള്ളു കുടിച്ചു നടന്നു. മകളെ പഠിപ്പിക്കുന്നത് താനാണെന്ന് കളവും പറഞ്ഞു. രാമൻ ഇതുവരേക്ക് ഒരു പിഴവ് വരുത്തിയതായി ഞങ്ങൾ കണ്ടിട്ടില്ല.
ഒരു വലിയ വീട് പുലർത്താൻ എടുക്ക മുടിയാത്ത ചുമടുമായി നടക്കുകയാണവൻ. പക്ഷേ കുളന്തകളുടെ മനസ്സ് എപ്പോഴാ മാറണമെന്ന് അറിയാനുള്ള ബുദ്ധി എനക്കുണ്ടായില്ല. എന്താ എന്റെ മോൾക്ക് ഞാൻ ചെറുക്കനെ ചോദിക്കണോ? നമ്മ ഈ சொல்றதுல ഏതാവത് സത്യം இருக்கான்னு കേൾக்கிறதுக்கு തന്നെ എനിക്ക് പേടിയാ இருக்கு മാധവ. അവന്റെ നിഴൽ മാതിരി എപ്പോഴും നടക്കുന്ന ഒരു പെണ്ണുണ്ട്, എന്റെ മകൾ. കുഞ്ഞിലെ പറഞ്ഞു വെച്ചതാ. അവൾക്ക് അവൻ നഷ്ടമാവും തെരിഞ്ഞ இந்த പുഴക്കരയിലെയോ വീട്ടിലെ കഴുക്കൊല്ലയോ അവനക്കും അത് തെരിയും. എന്നാൽ അതങ്ങ് നടത്ത്. അല്ലെങ്കിൽ അവനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം. നന്നായി പാടുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു ജോലി ഞാൻ ശരിയാക്കി കൊടുക്കാം. இந்த ഇടം വിട്ടുപോകാൻ കഴിയാത്തവരെണ്ണങ്ങൾ. സംഗീതം ദൈവം തന്നത്, അത് വിൽക്കാൻ പാടില്ലെന്ന് അവനെയും ഞാൻ പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് വേണ്ടിടത്ത് തൊണ്ട വരളും, വിശ്വാസം നഷ്ടപ്പെടും. ഒന്നോ രണ്ടോ അനുഭവങ്ങൾ അവനങ്ങനെ ഉണ്ട്. പറഞ്ഞിട്ടില്ലേ, ശാപം കിട്ടിയവരാ ഞങ്ങൾ. ഇവിടെ തന്നെ ഞങ്ങൾ ചുറ്റിത്തീരും. 7 8 വയസ്സുള്ളപ്പോൾ അവന്റെ രക്ഷകന്റെ വേഷം കെട്ടിയവനാണ് ഞാൻ. സത്യത്തിൽ മാധവ, അവനെ നശിപ്പിക്കായിരുന്നു എന്റെ രക്ഷയ്ക്ക്. ഞാൻ എന്നെ ചെയ്യണം. എന്റെ മകളൊരു പാവമാണ്. ഇനി അവളെ മോഹിപ്പിച്ചുകൂടും. എന്താ വേണ്ടത്? ചെയ്യേണ്ടത് ശാസ്ത്രികളാണ്. ആലോചിച്ച് നിൽക്കാൻ ഒരു നിമിഷം പോലും ബാക്കിയില്ല.